നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ശാന്തിയുള്ള ദിനേശ്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത് എന്ന് പണ്ടുള്ളവർ പറയും. അങ്ങനെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ സംഭാവനകൾ ചെയ്തിരുന്ന, സഹായങ്ങൾ ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് സിനിമയിൽ. അതിൽ എന്തു വന്നാലും പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് നസീർ സാറിന് തന്നെയാണ്. നസീർ സാറ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും മരുന്ന് വാങ്ങാനായാലും ജീവിക്കാനായാലും നിരവധി പേരെ സഹായിച്ചിരുന്ന വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. 1-ാം തീയതി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഗാനരചയിതാവും അദ്ദേഹത്തിൻ്റെ PA ഒക്കെ ആയിരുന്ന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സാറ് എൻ്റെ കയ്യിൽ ഒരു വലിയ പേപ്പർ നിറച്ച് ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മണി ഓർഡർ അയക്കണം. അന്ന് ഇപ്പോഴത്തെ ട്രാൻസാക്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ മണി ഓർഡറായിട്ട് അയക്കാനായിട്ട് ലിസ്റ്റ് കൊടുക്കുന്ന നസീർ സാർ ആ തുകയും കൊടുക്കും. അത് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും അയക്കുമായിരുന്നു. എത്ര കുട്ടികൾ നസീർ സാറിനെ കൊണ്ട് പഠിച്ചു, എത്ര പേര് അദ്ദേഹം കൊടുത്ത പൈസ കൊണ്ട് മരുന്ന് വാങ്ങി ജീവിച്ചു. ആരും അറിഞ്ഞിട്ടില്ല ആർക്കൊക്കെ എന്തൊക്കെ പുള്ളി ചെയ്തു. അകാലത്തിൽ നസീർ സാർ പോയപ്പോഴാണ് പലരും അനാഥരായപ്പോഴാണ് അറിയുന്നത് അവർക്ക് വർഷങ്ങളോളമായി നസീർ സാറിൻ്റെ സഹായം കിട്ടിയിരുന്നു. കാലം മാറി. ഇപ്പോഴും സഹായിക്കുന്ന മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ എന്താ പറയുക, മലയാളിയുടെ അഭിമാനമായ അല്ലെങ്കിൽ അഹങ്കാരമായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് പേരെ സഹായിക്കുന്നവരാണ്. പലതും എനിക്കറിയാം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്ത സഹായങ്ങൾ. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സഹായിക്കുമ്പോൾ ആദ്യം പറയുന്ന എഗ്രിമെൻറ്റ് ഞാൻ തന്നു എന്ന് വേറൊരാളിനോട് പറയരുത്. കാരണം ഇത് കേട്ട അവർക്ക് ഒരിക്കലും നിക്കക്കളില്ലാത്ത രീതിയിൽ ആൾക്കാർ വരും. അതുകൊണ്ട് ഞാൻ സഹായിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി മാറ്റി വയ്ക്കാനുള്ള പൈസ ഞാൻ തന്നു എന്ന് പറയരുത് എന്ന് പറഞ്ഞ് പരമാവധി അവർ കൊടുക്കുന്നത് പുറത്തറിയിപ്പിക്കാത്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. എന്നാൽ മോളുടെ കല്യാണത്തിൻ്റെ ലെറ്ററും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് മണിക്കൂർ കണക്ക് വീട്ടിൻ്റെ മുന്നിൽ നിർത്തി അതെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കാണുന്ന ചാനലിലേക്കെല്ലാം കൊടുത്ത് വരുന്ന ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വരികയാണെങ്കിൽ അവനെ കൊണ്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യിച്ച് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ ഒരു കിളവിക്ക് മോളെ കല്യാണത്തിന് സംഭാവന കൊടുത്തിട്ട് അതിന് 50,000 രൂപ പബ്ലിസിറ്റി ഉണ്ടാക്കിയ വേന്ദ്രന്മാരും ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അത് അവരുടെ അല്പത്തനം എന്നേ ഞാൻ പറയും. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന കഥ അധികം ആർക്കും അറിയാത്ത 2-3 സഹായ ഹസ്തങ്ങളുടെ കഥയാണ്. ഞാൻ ശ്രീനിവാസനെ കേരളകൗമുദിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തു. തലയണ മന്ത്രം എന്ന് പറഞ്ഞ പടത്തിന് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ്. അന്ന് ഹൊറൈസൺ എന്ന് പറഞ്ഞ ഹൊറൈസനാണോ തമ്പാനൂരിലുള്ളൊരു ഹോട്ടലുണ്ടല്ലോ, ഇപ്പോൾ മാലിക്കാർ ഒരുപാട് പേര് താമസിക്കുന്ന ഹൈലാൻഡ്. ആ ഹൈലാൻഡ് ഹോട്ടൽ ഒരു കാലത്ത് സിനിമാക്കാരുടെ താവളമായിരുന്നു. അവിടെയായിരുന്നു തലയണ മന്ത്രത്തിന് വന്ന ശ്രീനിവാസനും സത്യനന്ദിക്കാടും ഒക്കെ താമസിച്ചിരുന്നത്. ഞാൻ ഷീനിച്ചേട്ടനെ വിളിച്ചു. എനിക്ക് പരിചയമില്ല അദ്ദേഹത്തെ. വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്നും കേരളകൗമുദിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിതിൻ്റെ തിരക്കഥാകൃത്തും കൂടിയാണ്. തിരക്കഥാകൃത്തും നായകനാവുമ്പോൾ ഉള്ള ഹെവി ഡ്യൂട്ടിയാണ്. സിനിമാക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോയാൽ പാതിരാത്രി വരെ ഷൂട്ടിങ്ങും അതിനിടയിൽ ഈ എഴുത്തും ഒക്കെ ആയിട്ട് ഭയങ്കര ടയേർഡ് ഉള്ള കാലമാണ്. ഒരു അഭിമുഖം എന്ന് തരാൻ പറ്റുമെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ എന്നെ 2 ദിവസം കഴിഞ്ഞ് വിളിക്കൂ. ഞാൻ ശരി. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ അന്നെന്തോ ഉച്ച വരെ ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ ഹൈലാൻഡിലുണ്ട്, എൻ്റെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. എത്രയോ വർഷമായി പരിചയമുള്ളതുപോലെ വളരെ കാര്യമായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഞാനൊരു വെറും പത്രപ്രവർത്തകൻ മാത്രമല്ല, ഒരു സഹസംവിധായകനും കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് മുഴുവൻ അങ്ങ് മാച്ചേക്ക് കേട്ടോ. നമ്മൾ സിനിമാക്കാർ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നവരാണെന്നുള്ളതൊക്കെ അങ്ങ് മാച്ചേക്കാൻ. അതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് ഷീനിച്ചേട്ടൻ ഞാനും കൂടെ പരിചയപ്പെടുമ്പോൾ ആദ്യമായിട്ട് ഷീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് ഷീനിച്ചേട്ടനെ ഫോൺ ചെയ്ത്, ഹലോ ഷീനിച്ചേട്ടനല്ലേ? അതെ, ഞാൻ കേരളകൗമുദിയിൽ നിന്ന് വിളിക്കുകയാണ്, എൻ്റെ പേര് ശാന്തിയുള്ള ദിനേശാണ് എന്ന് പറയുന്ന പുള്ളിയുടെ മറുപടി തളത്തിൽ ദിനേശനല്ലല്ലോ. അതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് ഫോണിൽ ഞാൻ ചിരിച്ച ആദ്യത്തെ സെൻറ്റൻസ്. തളത്തിൽ ദിനേശൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പുള്ളി ചെയ്ത ആദ്യത്തെ പടത്തിലെ വടക്കോ കേന്ദ്രത്തിലെ നായകൻ്റെ പേരാണ് തളത്തിൽ ദിനേശൻ. അങ്ങനെ ഹൈലാൻഡിൽ പോയി ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു സിനിമയെപ്പറ്റി.
ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലൊരു മുട്ട് കേട്ടു. ഇദ്ദേഹം ഞാൻ എണീക്കുമ്പോൾ വേണ്ട എന്നുണ്ട്. പുള്ളി എണീറ്റ് പോയി തുറക്കുമ്പോൾ ഒരാളകത്തേക്ക് വന്നു. ആ ആളിനെ എനിക്ക് പരിചയമുണ്ട്. മെയ് ദിനം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത AP സത്യനാണ്. സത്യൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. പക്ഷേ ഒന്ന് ചമ്മി. കാരണം തികച്ചും സ്വകാര്യമായി ശ്രീനിവാസനെ കാണാൻ വന്നതാണ്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സത്യസുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളും പരിചയമുണ്ടോ എന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളും പരിചയമുണ്ടെന്ന് പറഞ്ഞു. സത്യനും സത്യൻ്റെ അനിയൻ എഡിറ്ററായിരുന്ന ജോസഫും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ചിത്രാഞ്ജലിയിൽ സ്ഥിരമായി കാണുന്ന മുഖങ്ങളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഷീനിച്ചേട്ടൻ നേരെ അകത്തേക്ക് പോയി. സൂട്ട് റൂമാണ്. അകത്ത് പോയി ഒരു ചുരുൾ നോട്ടെടുത്തിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ പോയാലും ഒരു 10,000 രൂപ വരാം. 5,000 രൂപയിൽ കുറയില്ല. വന്നിട്ട് ഞാനിരിക്കുന്നതിൻ്റെ പുറകിലേക്ക് വന്നിട്ട് സത്യനുമായിട്ട് എന്തോ സംസാരിച്ചത് കൊടുത്തു. അപ്പോൾ സത്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എത്തിക്കാം. അപ്പോൾ ഷീനിച്ചേട്ടൻ പറയുകയാണ് പറഞ്ഞതുപോലെ ഒന്നും എത്തിക്കേണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. സന്തോഷമായിട്ട് സത്യം പോയിട്ട് വരും. അതുകൊണ്ട് സത്യനെ യാത്രയാക്കി. സത്യം എന്നോട് ദിനേശേ പോട്ടെ എന്നിട്ട് സത്യം പോയി. ആ പോയ സത്യനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സത്യൻ ഈ ലോകം വിട്ടുപോയി. സത്യനെ യാത്രയാക്കി കഥ കടച്ച് വന്ന ശേഷം ഒരു നിമിഷം ഷീനിച്ചേട്ടൻ വല്ലാണ്ടിരുന്നു. എന്തോ ആലോചിച്ചിരുന്നു. രണ്ടാ പറഞ്ഞു മദ്രാസിൽ അലഞ്ഞു നടന്ന കാലത്തെ പരിചയക്കാരനാണ്. ഞങ്ങളൊക്കെ ഷെയർ ചെയ്ത് എന്തോ ചപ്പിന്ന് എന്തോ പറഞ്ഞാണ്. അന്നത്തെ മദ്രാസിലൊരു മദ്യത്തിൻ്റെ പേര് ചപ്പിന്ന് അങ്ങനെ എന്തോ ആണ്. അത് വാങ്ങി ഷെയർ ഇട്ടൊക്കെ കഴിച്ചിരുന്നവരാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ കൊണ്ട് എന്നെപ്പോലെ ചുരുക്കം ചിലർ വളർന്ന് രക്ഷപ്പെട്ടു പോയി. സത്യനൊന്നും ആയില്ല. ഒരു ചെറിയ സഹായം ചോദിക്കാൻ എനിക്കത് മനസ്സിലായി. ചേട്ടൻ കാശ് ചോദിക്കാനാണ് വന്നതെന്നും ചേട്ടൻ കാശ് കൊടുത്തെന്നും എനിക്ക് മനസ്സിലായി. ഒപ്പം പറഞ്ഞ ഡേറ്റിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് ഷീനിച്ചേട്ടൻ പറഞ്ഞു. എനിക്ക് ആ സത്യന് കൊടുത്ത നോട്ടിൻ്റെ ചുരുൾ കണ്ട ആ നിമിഷം മുതൽ എനിക്ക് ഷീനിച്ചേട്ടനോട് വലിയ ബഹുമാനമാണ്. കാരണം വേറെ ഒരുപാട് പേരെ കാര്യങ്ങൾ എനിക്കറിയാം. മദ്രാസിൽ ഒരു പായയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നുറങ്ങിയിരുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ രക്ഷപ്പെടുകയും മറ്റേയാൾ നശിച്ചും പോകുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കാതെ പോയ ഒരുപാട് പേരുടെ കഥ എനിക്കറിയാം. പക്ഷെ അതിൽ നിന്ന് വിഭിന്നനായി എഴുതുന്ന തിരക്കഥകൾക്കും അഭിനയിക്കുന്ന സിനിമകൾക്കും ലക്ഷങ്ങൾ കിട്ടുന്ന തലത്തിലേക്ക് വളർന്ന് ഷീനിച്ചേട്ടൻ മലയാള സിനിമയുടെ പ്രമുഖരിലൊരാളായി വളർന്നിട്ടും മദ്രാസിലെ ഇന്നലെകൾ മറക്കാതെ തന്നോട് സഹായം ചോദിച്ചു വന്ന സത്യന് ഒരു ചുരുൾ നോട്ട് കൊടുക്കുന്ന ആ കാഴ്ച എനിക്ക് ഷീനിച്ചേട്ടനുള്ള ബഹുമാനം ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു. ആ ബഹുമാനം ഇന്നും ഞാൻ ഷീനിച്ചേട്ടനിൽ കാണുന്നു. ഇന്നും ഷീനിച്ചേട്ടൻ്റെ സൗഹൃദങ്ങളൊക്കെ നോക്കി നമുക്ക് ചിരി വരും. ഈ മുൻഷിയിൽ വന്ന വായിൽ പല്ലൊന്നുമില്ലാത്ത വേണുവില്ല ഇങ്ങനെ ഇരിക്കുന്നത്. ആ വേണുവിനെയൊക്കെ പോലുള്ള ഒരുപാട് നമ്മൾ പൊതുസമൂഹം ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെയാണ് ഷീനിച്ചേട്ടൻ്റെ സുഹൃത്തുക്കൾ. കാരണം ഇവരെല്ലാവരെയും വളരെ ഈ മരിച്ചുപോയ ജെയിംസൊക്കെ ശ്രീനിവാസൻ്റെ ഏറ്റവും അടുപ്പക്കാരിലൊരാളാണ്. പൊതു സിനിമാ മണ്ഡലം അടുപ്പിക്കാത്ത പാവപ്പെട്ട ആൾക്കാരാണ് ഷീനിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അതിൽ നിന്ന് തന്നെ ഷീനിച്ചേട്ടൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഒരു ദാനം കൊടുത്ത അല്ലെങ്കിൽ ഒരു സംഭാവന കൊടുത്ത അല്ലെങ്കിൽ കൈയച്ച് ഒരു സുഹൃത്തിനെ പഴയ സുഹൃത്തിനെ സഹായിച്ച ആ മനസ്സ് ഞാൻ എന്നും ഓർക്കും. അടുത്ത കഥ, ഞാൻ ബംഗ്ലാവിൽ അവധി ചെയ്യുകയാണ്. ബംഗ്ലാവിൽ അവധി ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്തു വന്നാലും ശരി, ഇനി ആരെയൊക്കെ കിട്ടിയാലും ശരി, ജഗതി ഇല്ലാതെ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. ജഗതി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ ചെയ്യണമെങ്കിൽ ജഗതി ചേട്ടൻ ഉണ്ടാവണം. അങ്ങനെ ജഗതി ചേട്ടനെ ഒരു ലൊക്കേഷനിൽ പോയി കണ്ടു. അനിയ വാ ഇരി എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി സംസാരിച്ച് ഞാൻ വന്ന ഉദ്ദേശം പറഞ്ഞു. ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു. ആ സിനിമയിൽ ഇങ്ങനെ ലാലാണ് ഡബിൾ റോൾ ചെയ്യുന്നത്. അതിലൊരു ഫാദറിൻ്റെ വേഷമുണ്ട്. അമ്പിളിച്ചേട്ടൻ ആ വേഷം ചെയ്യണം. അതിൽ കുറച്ച് സീക്വൻസൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വന്ന് ചെയ്യാനിയാ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എങ്ങനെ ചേട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ട ചേട്ടന്? നീ എന്ത് ചെയ്യും? ചേട്ടൻ പറയുന്നത് ചെയ്യും. ശരി, ഞാനും തിരുവനന്തപുരത്തുകാരൻ, നീയും തിരുവനന്തപുരത്തുകാരൻ. നീ ഒരു സീരിയലിൽ എന്നെ വിളിക്കണമെന്ന് വെച്ചു. അമ്പിളിച്ചേട്ടൻ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വന്നാൽ നീ എത്ര രൂപ വരും എന്നിട്ട്? ഞാൻ പറഞ്ഞ അമ്പിളിച്ചേട്ടൻ വന്നാൽ അമ്പിളിച്ചേട്ടനോട് എനിക്കുള്ള ബഹുമാനവും ഇന്നത്തെ വിലയും ഒക്കെ വെച്ചിട്ട് ഞാനൊരു 10-നും 15-നും ഇടയിൽ തരും. എന്ന് വെച്ചാൽ ഞാൻ 10,000-നും 15,000-നും ഇടയിൽ പെർ ഡേ തരും. എടാ അനിയ, നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്തുകാരുള്ള, നീ അണ്ണൻ്റെ വില കുറച്ച് കാണിക്കാതെ ദിവസം ഒരു 25 രൂപ വരുമെന്ന് അന്തസ്സായിട്ട് പറയാത്തത്. ഞാൻ പറഞ്ഞു, അയ്യോ സീരിയലിൽ 25 രൂപ വന്നാൽ പിന്നെ ആ സീരിയൽ തെണ്ടിപ്പോവും, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കും. 15 രൂപ തന്നെ കൂടുതലാണ്. പിന്നെ അമ്പിളിച്ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10-നും 15-നും ഇടയിൽ തരും. ശരി,
എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ദിവസം 25 രൂപ വെച്ച് തന്നാൽ മതി ഈ സിനിമയിൽ, ഒരു തുകയായിട്ട് വേണ്ട, ഒരു ദിവസത്തേക്ക് 25 രൂപ. നീ എന്നെ എത്ര ദിവസം നിനക്ക് വേണം? ഞാൻ 18 ദിവസം നീ എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ 4.5 ലക്ഷം രൂപ വരണം. നീ അത് 10 ദിവസം കൊണ്ട് തീർത്താൽ, നിൻ്റെ മിടുക്ക് കൊണ്ട് തീർത്താൽ 10 ദിവസത്തേക്ക് 2.5 ലക്ഷം രൂപ വന്നാൽ മതി. ഞാൻ ആയിക്കോട്ടെ, എഗ്രീഡ്, സമ്മതിച്ചു. അങ്ങനെ അമ്പിളിച്ചേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു. വളരെ കാര്യമായിട്ട് അഭിനയം എല്ലാം കഴിഞ്ഞ് അമ്പിളിച്ചേട്ടൻ പോവുകയും ചെയ്തു. ഞങ്ങളെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് നടക്കുകയാണ്. ഞാൻ ഡബ്ബിങ്ങിന് വേണ്ടി അമ്പിളിച്ചേട്ടനെ വിളിച്ചു. അപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടൊരു ചെറിയ അഭിപ്രായ ഭിന്നത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ ജോലി ഞാൻ തന്നെ ചെയ്യണം, പ്രൊഡ്യൂസറുടെ ജോലിയും ഞാൻ തന്നെ ചെയ്യണം, ഡയറക്ടറുടെ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഞാൻ അമ്പിളിച്ചേട്ടനെ വിളിച്ച് ഡബ്ബിങ്ങിന് പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു, മോനെ നാളെ രാവിലെ എനിക്ക് സൂര്യ ടി വിയിലൊരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം കഴിഞ്ഞിട്ട് ഞാനൊരു 11 മണിയാകുമ്പോൾ ചിത്രാഞ്ജലി എത്തിക്കൊള്ളാം. ഞാൻ പറഞ്ഞു മാറൂല്ല, ഇല്ല 11 മണിക്ക് എത്തിക്കൊള്ളാം എന്ന് വെച്ചു. രാത്രിയായപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നെ വിളിക്കുന്നു, നീ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. നിൻ്റെ എങ്ങനെ കാശിൻ്റെ കാര്യമൊക്കെ? ഞാൻ അത് നാളെ ഡബ്ബിങ് കഴിയുമ്പോൾ ബാക്കി പൈസ തരും. എടാ നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ചോദിക്കില്ല, നിൻ്റെ കാശുണ്ടോ അതോ ചെക്കേ ഉള്ളോ? ഞാൻ കാശുണ്ട്. എത്ര കാശുണ്ട്? ഞാൻ എത്ര ആണെങ്കിലും ഉണ്ട്. നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ? നമ്മൾ ചെയ്യാം. എനിക്ക് രാവിലെ ഒരു 7 മണിയാവുമ്പോൾ എൻ്റെ വീട്ടിലൊരു 50,000 രൂപ എത്തിക്കാമോ എന്നിട്ട്? ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞു. ഒരു പിള്ളേരുകളി ആവല്ലേ, ഒരു ജീവിത പ്രശ്നമാണ്, ജീവൻ മരണം പോരാട്ടമാണ്. നീ പറഞ്ഞാൽ പിള്ളേരുകളി പോലെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്. ഇല്ല ഏട്ടാ, 7 മണിയാകുമ്പം ചന്ദ്രൻ പനങ്ങോടെന്ന് പറഞ്ഞ ആൾ ചേട്ടൻ്റെ വീട്ടിൽ 50,000 രൂപ എത്തിക്കും. അവരെത്തിക്കണ്ട, നീ എത്തിക്കണം. പറ്റുമോ? അവന് പറ്റും. ഞാൻ എവിടെ താമസിക്കണമെന്ന് നിനക്കറിയാം? ഞാൻ പറഞ്ഞറിയാം, ജഗതിയിലല്ല. ഇനി അത് മാലിക്കാരിപ്പോൾ വാടകയ്ക്ക് താമസിക്കില്ലേ? ഞാനിപ്പോൾ പേയാടാണ് താമസിക്കുന്നത്, ഒരു വില്ലയിൽ. ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ താമസിക്കുന്ന വില്ലയിൽ. ഞാൻ പറഞ്ഞാൽ അത് ഞാൻ അന്വേഷിച്ച് പിടിച്ച് വരാം. പക്ഷേ നീ 7 എന്നുള്ളത് 8 കഴിയരുത്. 8 മണിക്ക് മുമ്പ് നീ എത്തിയിരിക്കണം. ഞാൻ എത്താം ചേട്ടാ. ഉറപ്പാണല്ലോ അനിയ? ഞാൻ ഉറങ്ങട്ടോ രാത്രി? ഞാൻ അണ്ണൻ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, ഞാൻ എത്തും. ഞാൻ കൃത്യം 7 മണിക്ക് വീട്ടിൽ നിന്ന് 50,000 രൂപയുടെ ക്യാഷ് കൊടുത്തുകൊണ്ട് എൻ്റെ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിൽ അന്വേഷിച്ച് വില്ലേജ് ചെല്ലുമ്പോൾ, വില്ലയുടെ വലിയ ഗേറ്റാണ്, ഈ കവടിയാർ കൊട്ടാരത്തിലെ ഗേറ്റ് പോലെ. ആ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ലുങ്കി മാത്രം ധരിച്ച് സ്വർണം കെട്ടിയ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് അമ്പിളിച്ചേട്ടൻ മുറുക്കി ചോപ്പിച്ച് വാ നിറച്ച് മുറുക്കാനുമായിട്ട് ഈ ഗേറ്റിൻ്റെ വലിയ ഗേറ്റിൻ്റെ മുറ്റത്തിങ്ങനെ നടക്കുകയാണ്, അക്ഷമനായി എന്നെ കാത്ത്. എന്നെ കണ്ടപ്പോൾ പകുതി ആശ്വാസമായി. വാനിയാന്ന് പറഞ്ഞ് കഥ പുള്ളി എന്നെ തുറന്ന് ഞാൻ അകത്ത് കയറി സ്കൂട്ടർ വെച്ച് ഒതുക്കി നിന്നു. നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ അത് വേണ്ട കേട്ടോ, ഇവിടെ അയക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് സംസാരിച്ചു. ഞാൻ ഈ 50,000 രൂപ പൊതിയെടുത്ത് കൈ കൊടുത്തു. എണ്ണിയൊന്നും നോക്കിയില്ല. വാങ്ങിയിട്ട് പറഞ്ഞു, മോനെ എടാ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല, ഇതൊരാളിൻ്റെ ജീവൽ പ്രശ്നമാണ്. ഞാൻ എന്ത് ചേട്ടാ? എടാ എനിക്ക് 2-3 പടം, നിനക്ക് പഞ്ചവടി പാലമൊക്കെ അറിയാമല്ലോ, എനിക്ക് തന്ന വേഷങ്ങളെല്ലാം മനോഹരമായ വേഷങ്ങൾ തന്ന ആളാണ് KG ജോർജ്. അദ്ദേഹം ഇപ്പോൾ ഒരു കേസിൽപ്പെട്ടത് നിനക്കറിയാമല്ലോ, എലവങ്കോട് ദേശം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേസിൽപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് കോടതിയിൽ ഈ പൈസ കെട്ടിവെച്ചാൽ മാത്രമേ മുൻകൂർ ജാമ്യം എടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി കോടതിയിൽ കെട്ടിവെക്കാനാണ് ഈ പൈസ. നമ്മളെ 2-3 പടത്തിലൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ച ആളല്ലേ, അയാൾക്കൊരു മോശ സമയം വരുമ്പോൾ നമ്മളെപ്പോലുള്ളവനല്ലാതെ ആര് സഹായിക്കാൻ? ഇന്നലെ എന്നെ വിളിച്ച് ജോർജ് സാറ് ചോദിച്ചു, ഒരു 50 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ തരാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ ആ പൈസ തരാം, ഞാൻ കോടതി കൊണ്ടുവരാം. അപ്പോൾ ഈ പൈസയും കൊണ്ട് ഞാൻ വഞ്ചൂർ കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് സൂര്യയിൽ ഇൻ്റർവ്യൂവിന് പോകാൻ. അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാൻ നേരെ ചിത്രാഞ്ജലി വരാമെന്ന് പറയുകയും വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പിരിഞ്ഞു. ഒരിക്കലും അമ്പിളിച്ചേട്ടൻ വിചാരിച്ചില്ല ഞാൻ ഈ 50 രൂപയും കൊണ്ട് ചെല്ലുമെന്ന്. അത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അമ്പിളിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ മാറി വഞ്ചൂരി കൊണ്ടുവന്ന് കോടതിയിൽ വക്കീലിൻ്റെ ആരെല്ലാം കൊണ്ടുവന്ന് ഈ പൈസ ഏൽപ്പിച്ച് സൂര്യ ടി വിയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 11 മണിക്ക് ചിത്രാഞ്ജലിയിൽ വന്ന് അന്ന് രാത്രി തന്നെ ഡബ് ചെയ്ത് തീർത്തു. ഞാൻ അമ്പിളിച്ചേട്ടനെ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്നത് ഇത്തരം അനുഭവങ്ങളിലാണ്. അമ്പിളിച്ചേട്ടൻ ആലോചിച്ച് നോക്കൂ, 2-3 പടത്തിൽ, ജോർജ് സാറിൻ്റെ മുഴുവൻ പടത്തിലൊന്നും അമ്പിളിച്ചേട്ടൻ ഇല്ല, 2-3 പടത്തിൽ നോട്ടബിളായ വേഷം കൊടുത്ത ഒരു മനുഷ്യൻ ഒരു ആപത്ഘട്ടത്തിൽ ജാമ്യം എടുക്കാൻ വേണ്ടി ഒരു 50,000 രൂപ തരാമെന്ന് വെച്ചു ഒരു മടിയും വിചാരിക്കാതെ എന്നെ വിളിച്ച് വാങ്ങിക്കൊടുത്തു. അത് അങ്ങനെ ജോർജ് സാറിന് ജാമ്യം കിട്ടാൻ വേണ്ടി 50,000 രൂപ കൊടുക്കാൻ സഹായിച്ചതിൽ അമ്പിളിച്ചേട്ടന് കൊടുക്കാനുള്ള കാശാണെങ്കിൽ പോലും കൃത്യസമയത്ത് കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമായി. കാരണം ജോർജ് സാറിനെ പോലെ ഒരു വലിയ സംവിധായകനെ വേണ്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ആ അമ്പിളിച്ചേട്ടനെയും എനിക്ക് വലിയ ബഹുമാനമാണ്. ഇനി അടുത്ത് പറയാനുള്ളത്, ഞാൻ ബംഗ്ലാവിലോധയിൽ മണിയായിരുന്നല്ലോ നായകനായിട്ട് വെച്ചിരുന്നത്. മണിയെ മാറി ലാലായി. ലാലിനോട്
മേക്കപ്പ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും പട്ടണ കൃഷിയും കൂടെ ചെന്നു. ചേട്ടാ താടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി താടി എടുക്കില്ല എന്ന് പറഞ്ഞു. ദിനേശ് താടി ഒഴിച്ച് വേറെ എന്തുവാണോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, താടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാൻസി എന്ന് പറഞ്ഞാൽ അവരും, അയ്യോ ദിനേശ് താടി വേണ്ട, ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ, വൃത്തിയുടായിരിക്കും, ഇല്ല ചേച്ചി അതെടുക്കണം. ഈ താടിയും ഈ മുടിയും വെച്ച് എത്ര പടത്തിലായി, നമുക്കൊരു ആവർത്തന വിരസത തോന്നും, നമുക്കിത് മാറ്റാം, എന്നിട്ട് വേണമെങ്കിൽ നല്ല വിഗ്ഗൊക്കെ വയ്ക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം സഖി കെട്ട് പട്ടണ റഷീദിന് മുമ്പ് ഇരുന്ന് കൊടുത്ത് വേണമെങ്കിൽ തല വെട്ടിക്കോ എന്നുള്ള രീതിയിൽ ഈ പട്ടണ റഷീദ് താടിയെടുക്കുന്ന രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാലേട്ടൻ നിസ്സംഗനായി ഇങ്ങനെ ഇരിക്കുക, ഇവന് ഞാൻ ഏത് സമയത്താണ് ഈ ഡേറ്റ് പറഞ്ഞതെന്നുള്ള വിഷമത്തിൽ. താടിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ വല്ലാത്ത രൂപം മുഖത്തിന്. അപ്പോൾ പിന്നെ ഒഴിമുറി കണ്ടപ്പോൾ, നിങ്ങൾ ഒഴിമുറി കണ്ടാൽ മനസ്സിലാവും, ലാലേട്ടന് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ താടിയാണ്. ഞാൻ പതിയെ പറഞ്ഞു, ചേട്ടാ ഈ താടി നമുക്ക് വളർത്താം. എന്നെ ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടിയില്ല. വേറെ വല്ലവരാണെങ്കിൽ പറയും, നിൻ്റെ പടത്തിൽ ഇനി ഞാൻ ഇല്ല, ഞാൻ ഇതവിടെ നിർത്തിയത്, കാരണം നീ എന്താ, ഞാൻ എന്താ കൊച്ചു പിള്ളാണ് നിൻ്റെ മുമ്പേ, താടി എടുക്കാൻ പറയുമ്പോൾ താടി എടുക്കുക, താടി എടുത്ത് കഴിയുമ്പോൾ പൊടിപ്പിക്കാൻ പറയുക എന്ന് പറയും. പക്ഷേ ലാലേട്ടൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വേറെ ബോഡിയിലിരുന്ന് താടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കൊന്തയൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണത്തിലുള്ള നല്ല മുത്തുമാല പോലത്തെ 2-3 സ്വർണ്ണമാലയും കഴുത്തിയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ലാലേട്ടാ ചേട്ടാ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഈ മാലയൊക്കെ കഴുത്തി കാണൂലേ എന്ന് ചോദിച്ചു. അത് ശരി, ഇതൊക്കെ പണയം വെച്ച് വേണം ബാക്കി ഷൂട്ട് ചെയ്യാനായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു അതിലല്ല, ഔതയ്ക്ക് ഇതെല്ലാം ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഔതയിൽ സ്വന്തം സ്വർണ്ണത്തിലുള്ള, യഥാർത്ഥ സ്വർണ്ണത്തിലുള്ള മാലയൊക്കെ ഇട്ടാണ് അഭിനയിച്ചത് ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ എത്ര രൂപ തരേണ്ടേ എന്ന് ചോദിച്ചു. അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, അത് നേരത്തെ പറയണം, കാരണം പ്രൊഡ്യൂസർ ഷാർജയിലാണ്, എൻ്റെ ബജറ്റിനകത്ത് നിർത്തണ്ടേ, നിൻ്റെ ബജറ്റിനകത്ത് നിൽക്കുന്നത് നിനക്ക് മുതലാവുന്ന തന്നാൽ മതി, ഞാൻ റേറ്റ് പറയാം, നീ വിട് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഡബിൾ റോളാണ്, എന്നാലും ചേട്ടൻ പറഞ്ഞോ, എനിക്കൊരു സമാധാനത്തിന്. ഇല്ല 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 അത് നമുക്ക് ചെയ്യാം, നീ പോ, ഞാൻ ഒരു ചെക്ക് എടുത്ത് അഡ്വാൻസ് എഴുതാൻ പോയി, അഡ്വാൻസ് ഒന്നും വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമാണ്, നീ വയ്ക്കോ എന്ന് പറഞ്ഞാണ് ഷൂട്ടിങ്ങിന് വന്നത്. ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് പെട്ടെന്ന് ലാലേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചടാ കൈ കാശുണ്ടോ എന്നിട്ട് എന്ത്, അല്ല 1 ലക്ഷം രൂപ എടുക്കാണ്ടോ നിൻ്റെ കയ്യിൽ, എന്നിട്ട് എന്ത്, നീ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ആ സൈഡിലൊരു പലവ്യഞ്ജന കട കണ്ടില്ലേ, അവനാ എടാ ആ കട കത്തിപ്പോയി, തീ പിടിച്ച് കത്തിപ്പോയി, അയാൾ വന്ന് നിൽക്കുന്നു, ജീവിക്കാൻ നിവൃത്തിയില്ല, ഇനിയൊരു കട തുടങ്ങണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ട, ആത്മഹത്യയുടെ വക്കീലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന അയാൾക്കൊരു കട തുടങ്ങാനായിട്ട് സഹായിക്കാൻ എനിക്കൊരു 1 ലക്ഷം രൂപ കൊടുക്കണം, നീ തരുമെന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. വീണ്ടും ഷൂട്ടിംഗ് നടക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പട്ടണ റഷീദിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയ്യൻ വന്നു, എന്നെ പരിചയമുള്ള ആളാണ്, റഷീദാണ് എൻ്റെ പടത്തിൻ്റെ മേക്കപ്പ് മാൻ. അവൻ വന്ന് ഉച്ചവരാൻ നിന്നു. അപ്പോൾ അവൻ്റെ സംസാരിച്ച് വന്നപ്പോഴാണ് റഷീദ് പറയുന്നത്, നീ എന്ത് ഈ പടത്തിൻ്റെ വർക്കിന് വരാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ചെറുപ്പക്കാരന് ക്യാൻസറാണ്, അവൻ അതുകൊണ്ട് ഇപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല, ഇത്തിരി സാമ്പത്തിക പരിമിതിയുണ്ട്. അപ്പോൾ റഷീദിൻ്റെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാനായിരിക്കും വന്നത്. അപ്പോൾ കൃത്യമായി എല്ലാം മരുന്നും ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ വളരെ സന്തോഷവാനായി എൻ്റെ സംസാരിച്ചു. ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു കാര്യത്തിന് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ലാലേട്ടനെ കൈ കാണിച്ചു വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എടാ നിൻ്റെ കാശുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത്, എടാ ആ പയ്യൻ റഷീദിൻ്റെ അസിസ്റ്റൻ്റ് വന്നിരിക്കുന്ന അവന് അസുഖമാണ്, വർക്കിനൊന്നും പോകുന്നില്ല, ജീവിക്കണ്ടേ അവന്. ഞാൻ അതെ, നീ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തന്നെ. ഞാൻ 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. ലാലേട്ടാണ് അത് ആ പയ്യന് കൊടുത്തു. ലാല് അവൻ സന്തോഷമായിട്ട് തൊഴുത് വാങ്ങിക്കൊണ്ട് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5000 രൂപ മോളെ കല്യാണത്തിന് കൊടുത്തിട്ട് കല്യാണ ലെറ്ററിൻ്റെ കോപ്പി വാങ്ങിച്ച്, റേഷൻ കാർഡിൻ്റെ കോപ്പി വാങ്ങിച്ച്, വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പബ്ലിസിറ്റി ആക്കിയ ആളുകളുണ്ടായിരുന്ന നാട്ടിൽ. ഇങ്ങനെ കൈയയച്ച് സഹായിക്കുന്നവർ എത്ര പേരുണ്ടാവും സിനിമയിൽ? കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ജഗതി ചേട്ടനായാലും ശ്രീനിവാസനായാലും ലാലായാലും. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഈ പടം ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു, ഡബ്ബിങ്ങിന് ലാലേട്ടൻ എറണാകുളത്ത് അങ്ങേരുടെ ലാൽ മീഡിയയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്ന് ലാൽ മീഡിയയിൽ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതുവരെ ചേട്ടാ റേറ്റ് പറഞ്ഞില്ലല്ലോ, ഞാൻ എത്ര തരേണ്ടേ എന്ന് ചോദിച്ചു. അത് ഞാനിപ്പോൾ നിൻ്റെ എന്ത് വാങ്ങി? ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ വാങ്ങിച്ച് 2 പേർക്ക് കൊടുത്തു. ഡബിൾ റോള്. എടാ ഞാൻ 10-30 ദിവസം നിൻ്റെ കൂടെ നിന്നേ ഇല്ലേ? ഞാൻ പറഞ്ഞു അതെ, അതൊന്നും എനിക്ക് വിഷമമല്ല, ചേട്ടൻ എത്ര വേണം അത് പറ. നീ എനിക്കൊരു 3.5 ലക്ഷം രൂപ തരും. ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു മിനിമം 10 ലക്ഷം രൂപ പ്രതീക്ഷിച്ചു. നീ എനിക്കൊരു 3.5 ലക്ഷം രൂപ തരുമോ? ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഈ വാങ്ങിച്ച 2 വെയിറ്റ് നീ ഇനി എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ കൊടുത്ത 2 വെയിറ്റ് ബാക്കി 3.5 എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ ഇനി 1.5 ലക്ഷം രൂപ നീ എനിക്ക് തരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഇപ്പോൾ 10 പൈസയില്ല, പടം തീരട്ടെ ഞാൻ തരാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആരാണെങ്കിലും ചെയ്യില്ല.
ആ ഡബ്ബിങ് പൂർണ്ണമായി പൂർത്തിയാക്കി തരുമ്പോൾ ലാലേട്ടൻ ഞാനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും ആ 1.5 പോയെന്ന്. കാരണം പടം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കും? പുള്ളി പറഞ്ഞ് നീ കിട്ടുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഞാൻ ആ പടം പൂർത്തിയാക്കി സെൻസർ ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് മഴവിൽ മനോരമയ്ക്ക് കൊടുക്കുമ്പോഴേ അവർ സാറ്റലൈറ്റിൻ്റെ പൈസ തരും. അങ്ങനെ ഞാൻ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് മനോരമയിൽ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ചെക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ട് പാസ്സാക്കി അതിൽ നിന്ന് 1.5 ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ പോയി ലാലേട്ടനെ സെറ്റിൽ ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു എടാ ഇത് കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 ലക്ഷം രൂപയിൽ അഭിനയം തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ 1.5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. ഇവിടെ നന്ദിയോടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആ പടത്തിൽ അഭിനയിച്ച ഭാവനയ്ക്ക് എന്നോട് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം പറഞ്ഞിരുന്നത്. അതിൽ 50 രൂപ കൊടുത്തിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ബാക്കി 1.5 ലക്ഷം രൂപയും ഞാൻ ഇതുപോലെ പടം കഴിഞ്ഞ ശേഷമാണ്. അത് ഭാവനയുടെ അച്ഛൻ ബാലുമായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നുകൊണ്ട് ബാലുവിൻ്റെ അപ്പം ബാലു പേടിക്കണ്ട കേട്ടോ നിൻ്റെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്തത്. ഡബ്ബ് ചെയ്ത് വേറെ ആളാണല്ലോ. ഞാൻ ഇതുപോലെ തന്നെ ലാലേട്ടന് കൊടുത്ത 1.5 ലക്ഷം കൊടുത്ത പോലെ തന്നെ ഭാവനയ്ക്കും ആ 1.5 ലക്ഷം അയച്ചു കൊടുത്തു. അപ്പോൾ കൈ അയച്ച് സഹായിക്കുന്ന, പാത്രമറിയാതെ ഭിക്ഷയിടാത്ത, അർഹതപ്പെടുന്നവർക്ക് ഭിക്ഷയിടുന്ന, ദാനം നൽകുന്ന വലിയ മനസ്സുള്ളവർ മലയാള സിനിമയിൽ ഒരുപാട് പേരുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്ത ചിലരേ ഉള്ളൂ എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ സ്റ്റോറി ഇപ്പോൾ പറഞ്ഞത്. ലാലായാലും ജഗതി ആയാലും ശ്രീനിവാസനായാലും ആ ചെയ്ത നന്മകൾ, എൻ്റെ സാന്നിധ്യത്തിൽ ചെയ്ത നന്മകൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളറിയാത്ത എത്ര പേർക്ക് അവർ സഹായങ്ങൾ നൽകിയിരിക്കാം. ആ വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.